ഈ സെഷനിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇറ്റ് ഈസ് പെർഫോംഡ്. എന്താ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്? അവർ ന്യൂറോൺ സിസ്റ്റം ഓർ നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് കൺട്രോളിംഗ് ദ ബോഡി ആക്ടിവിറ്റി, റൈറ്റ്? ദാറ്റ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം it is derived from the ectodermal layer of our embryo. എംബ്രിയോന്റെ ectodermal layer നിന്നാണ് നെർവസ് സിസ്റ്റം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു മസ്കുലർ സിസ്റ്റം ദാറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ മീസോഡേം, റൈറ്റ്? ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം മീസോഡേം എന്ന് പഠിച്ചു. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ectoderm. And here we can see this nervous system, it will help in controlling and coordinating the body activities. We know our body to maintain the homeostasis, നമ്മുടെ ബോഡി ഒരു സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് it has to undergo several coordinated activities, right? Because see, our body is made with the organ and organ system. അപ്പോൾ ഈ ഓർഗൻ സിസ്റ്റത്തിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം പല ആക്ടിവിറ്റീസും നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഗൻസും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും coordinated മാനറിൽ വർക്ക് ചെയ്യണം. So this coordination it will be done by the nervous system and it also done by the endocrine system. Okay, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന nervous system ആണ്. Okay, so here one example, if we are doing some exercise, നമ്മൾ exercise ചെയ്യുകയാണെങ്കിൽ we used to breathe very fast, അല്ലേ? നമ്മൾ വേഗം വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യും. അതേപോലെ we can see the blood circulation it will be very fast, means the pumping rate of the heart it will be very fast, and blood vascular system it will become more active, അല്ലേ? അതായത് മസിൽസിലേക്കുള്ള blood pumping it will become very fast. അതേപോലെ ലങ്സിന്റെ ആക്ടിവിറ്റി ഫാസ്റ്റ് ആവും, ഹാർട്ടിന്റെ ബീറ്റ് ഫാസ്റ്റ് ആവും, അതേപോലെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഇതെല്ലാം ഒരു കോർഡിനേറ്റഡ് വേയിലാണ് അത് ആക്റ്റീവ് ആവുന്നത്, അല്ലേ? സോ ഹിയർ വി ക്യാൻ സേ ദിസ് ഈസ് കൺട്രോൾഡ് ബൈ സം മെക്കാനിസം ഇൻ അവർ ബോഡി ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇനി ഇതൊക്കെ ഒരുമാതിരി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, വീണ്ടും നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലാവും, ബ്രീത്തിങ് റേറ്റ് വളരെ കൂടുതലാവും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? സോ ഹിയർ വി ക്യാൻ സീ വെൻ സം പ്രോസസ് when it is occurring in our body, we can see the coordinated activity of different organs. We can see that is because of this nervous system's message. Nervous system message കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പല ഓർഗൻസും കോർഡിനേറ്റഡ് മാനറിൽ വർക്ക് ചെയ്യാറുണ്ട്. An example for this, during severe exercise, muscles for the continuous working of muscle or contraction and relaxation of muscle, they need more energy. For that, breathing will be more because our lungs will be working more, then the heart it will be pumping more, blood vessels it will be working more, kidney will be taking part in this function. But ഇതെല്ലാം ഒരു കോർഡിനേറ്റഡ് മാനറിൽ വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് വെൻ ദിസ് ആക്ടിവിറ്റി സ്ലോയിങ് ഡൗൺ, അതായത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കിതച്ച് ശ്വാസം എടുക്കേണ്ട ആവശ്യമില്ല. സോ ദ ബ്രീത്തിങ് റേറ്റ് ഇറ്റ് വിൽ ബി reduced and we can see the heart rate it is reduced to normal condition, and kidney everything it will go back to the normal condition, right? So because of certain controlling nature of our body or coordinating nature of our body, this is occurring in the organ system or in a particular organism, right? So here this nervous system that is one part of a controlling and coordinating our activity. In controlling and coordination it can be done with the help of endocrine system also. ഇത് endocrine system ചെയ്യുന്നുണ്ട്. Endocrine system in which we can see some chemical it will be secreted from the endocrine gland to our bloodstream. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ചില കെമിക്കൽസ് ആണ് ഈ കൺട്രോളിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹോർമോൺസ്. അതിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റി വേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വളരെ ഫാസ്റ്റ് ആണ്, അത് ലോങ് ലാസ്റ്റിംഗ് അല്ല, അല്ലെ? നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നേരം നിലനിൽക്കുന്നതല്ല, പക്ഷെ അത് വളരെ ഫാസ്റ്റ് ആണ്. പിന്നെ വേറൊരു
കാര്യമുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെൽസിലും ഈ പറയുന്ന കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് വേണ്ടി വരും അല്ലെ. ഓരോ സെൽസിനെയും ഇന്നർവേറ്റ് ചെയ്തിട്ട് ന്യൂറോൺസ് ഉണ്ടാവില്ല. പക്ഷെ ഓരോ സെല്ലിന്റെ ഇടയിൽ കൂടെ എന്ത് പോകുന്നുണ്ടാവും അറിയോ? ബ്ലഡ് കാപ്പിലറീസ് പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആസ് ഇറ്റ് ഈസ് കമ്മിങ് ടു അവർ ബ്ലഡ് സ്ട്രീം, നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ഹോർമോൺസ് നമ്മുടെ ടാർഗറ്റ് സെൽ എവിടെ ഇരിക്കുന്നോ അവിടേക്കൊക്കെ എത്തും എന്നുള്ളതാണ് നമ്മുടെ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും കൂടെ ആവശ്യകത. കോർഡിനേഷന് വേണ്ടിയിട്ട് എൻഡോക്രൈൻ സിസ്റ്റവും കൂടെ വേണം എന്ന് പറയാനുള്ള കാരണം ഈ ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യുന്ന നമ്മൾ ത്രൂ ഔട്ട് ദ ബോഡി ഇറ്റ് ക്യാൻ പാസ് ആൻഡ് ഇറ്റ് ക്യാൻ റീച്ച് ടു ഈച്ച് ആൻഡ് എവറി സെൽ ഇൻ അവർ ബോഡി ആൻഡ് ഇൻ ദാറ്റ് ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് their target cell. Okay, and another thing, the activity of this hormone or the endocrine secretion, it will be long lasting, not like ന്യൂറോൺസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ന്യൂറോൺസിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് അത് മെസ്സേജ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ആക്ടിവിറ്റി ഇറ്റ് വിൽ നോട്ട് ബി ലോങ് ലാസ്റ്റിംഗ്. ആൻഡ് അനദർ തിങ്, ഇറ്റ് ഈസ് നോട്ട് ഇന്നർവേറ്റഡ് ടു ഓൾ ദ സെൽസ്. എല്ലാ സെൽസിലേക്കും ന്യൂറോൺസ് പോകുന്നില്ല. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ആവശ്യം വരാനുള്ള കാരണം ഇത് രണ്ടാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റീച്ച് ടു ഈച്ച് ആൻഡ് എവറി സെൽ ഇൻ അവർ ബോഡി ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഗിവ് എ ലോങ് ലാസ്റ്റിംഗ് റെസ്പോൺസ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റി ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ഇമ്പൾസ് ഹൗ ദ ഇമ്പൾസ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ന്യൂറോൺ, അതുപോലെ ഒരു സിനാപ്സിൽ നിന്ന് അടുത്ത സിനാപ്സിലേക്ക് എങ്ങനെയാണ് മെസ്സേജ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ റിഫ്ലക്സ് ആക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ വേറൊരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ നെർവസ് സിസ്റ്റം. ഇനി ഈ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് നെർവസ് സിസ്റ്റം നോക്കിയാൽ വി ക്യാൻ സീ ഡിഫറെന്റ് കമ്പോണൻസ് ഇൻ ദ നെർവസ് സിസ്റ്റം. ദാറ്റ് നെർവസ് സിസ്റ്റം ഇറ്റ് include nervous system or neural system. Okay, nervous system it include the neurons and glial cells. എന്താണ് glial cells എന്ന് പറയുന്നത്? ന്യൂറോൺസ് എന്ന് പറയുന്ന വെൽ ഡിഫറൻഷിയേറ്റഡ് ന്യൂറൽ ടിഷ്യൂ ഈസ് കോൾഡ് ആസ് ഓർ ന്യൂറൽ സെൽ ഈസ് കോൾഡ് ആസ് ദ ന്യൂറോൺസ്. അതിന് വന്നിട്ട് സെൽ ബോഡിയും ആക്സോണും ഡെൻഡ്രോണും അതുപോലെ തന്നെ ആക്സോൺ ടെർമിനലും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ദ ഗ്ലയാൽ സെൽസ് ആർ ദ അസിസ്റ്റഡ് കമ്പാനിയൻ സെൽസ് ഓഫ് ദിസ് ന്യൂറോൺസ്. ന്യൂറോൺസിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കമ്പാനിയൻ സെൽസ് വിച്ച് ഈസ് ആക്ടിങ് ആസ് ഹൗസ് കീപ്പിംഗ് സെൽസ്. അപ്പൊ ഗ്ലയാൽ സെൽസ് എന്താണ്? ഹൗസ് കീപ്പിംഗ് സെൽസ് ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് വിൽ ഹെൽപ്പ് ഇൻ നറിഷിംഗ് ദ ന്യൂറോൺസ്. ന്യൂറോൺസിന് നറിഷ്മെന്റ് കൊടുക്കുക, ന്യൂറോൺസിന് ഇൻസുലേഷൻ കൊടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, ന്യൂറോൺസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യുക, എന്തെങ്കിലും ഡാമേജസ് ന്യൂറോൺസിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും പാത്തോജനിക് ഓർഗാനിസം ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടു ദ റീജിയൻ that will be scavenged by this housekeeping cells are glial cells. Okay, അപ്പൊ ഗ്ലയാൽ സെൽസും ന്യൂറോൺസും കൂടിയതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലയാൽ സെൽസ് എന്ന് പറയുന്ന we can see they will do some assisting function or they act as companion cells or housekeeping cells to give the protection, to give the nourishment, to remove the waste material near to the neurons. അതേപോലത്തെ കുറേ ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്ലയാൽ സെൽസ് ചെയ്യുന്നത്. ഇനി ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എടുത്തു നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 50% ഇറ്റ് ഈസ് ന്യൂറോൺസ് ആൻഡ് റിമൈനിങ് 50% ഇറ്റ് വിൽ ബി ദ ന്യൂറോഗ്ലയാൽ സെൽസ്. നമ്മുടെ ബ്രെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനില് 50% ന്യൂറോൺസ് ഉണ്ടാവും, അതേപോലെ തന്നെ and 50% it will be neuroglial cells. Neuroglial cells എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൗസ് കീപ്പിംഗ് സെൽസ് ഉണ്ടാവും. ഈ ന്യൂറോഗ്ലയാൽ സെൽസിനെ പറ്റിയിട്ട് നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണെന്നറിയോ? കുറേ തരത്തിലുള്ള ന്യൂറോഗ്ലയാൽ സെൽസ് ഉണ്ട് കേട്ടോ, കുറേ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ 3 പറഞ്ഞുതരാം. ഒന്ന് ആസ്ട്രോസൈറ്റ്, അനദർ വൺ ഈസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്, അനദർ വൺ ഈസ് മൈക്രോസൈറ്റ്. സോ ഹിയർ ദ ന്യൂറോഗ്ലയാൽ സെൽസ് which is present in the brain, that is called as astrocyte, oligodendrocytes, microglial cells. Okay, now we will see what are the functions of these all. What is astrocyte?
See, astrocyte, it communicate with one another through a calcium channel. Okay, so here this astrocyte in a function they will provide the mechanical support. This astrocyte, it gives the mechanical support to neurons. It will provide the mechanical support to the neuron, and they are responsible for the repair of damaged area of the nerve tissue. It will do the repairing mechanism also. It will repair the damaged region of this neurons present in the brain. Now next one is oligodendrocytes. The oligodendrocytes they will secrete the myelin sheath around the axon in the central nervous system. അതായത് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ന്യൂറോൺസിലൊക്കെ മൈലിൻ ഷീത്ത് സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് കേട്ടോ. ഈ സെയിം ഫംഗ്ഷൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ, അതായത് നമ്മുടെ ബോഡി കൂടെ കാണുന്ന ന്യൂറോൺസിന്റെ ചുറ്റും മൈലിൻ ഷീത്ത് സെക്രീറ്റ് ചെയ്യുന്ന ഷ്വാൻ സെൽസ് ആണ്. ഇനി അത് കൺഫ്യൂസ് നിൽക്കണ്ട, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് മൈലിൻ ഷീത്ത് സെക്രീറ്റഡ് ബൈ ഷ്വാൻ സെൽസ് എന്ന്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ബ്രെയിനിലെ ന്യൂറോൺസിന് ചുറ്റും മൈലിൻ ഷീത്ത് സെക്രീറ്റ് ചെയ്യുന്ന ഷ്വാൻ സെൽസിനെയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആർ the glial cells which is present in the brain neurons, where the axon of this brain neuron will be having myelin sheath which is secreted from this oligodendrocyte. Okay, and we can see the microglial cells. Microglial cells in the function endanu vechale, these are phagocytic as well as the scavengers. Means any pathogenic organism or unwanted substance, if it is present near the neuron of brain, we can see it will be phagocytosed by the microglial cell. Phagocytosis. Okay, this is the function of this microglial cells. അതേപോലെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. See here, ന്യൂറോഗ്ലയാൽ സെൽസ് പലതരത്തിലുള്ള ന്യൂറോഗ്ലയാൽ സെൽസ് ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നെണ്ണാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ് എ മെക്കാനിക്കൽ സപ്പോർട്ട് ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിപ്പയറി ഓഫ് ദ ബ്രെയിൻ ന്യൂറോൺസ്. പിന്നെ ഇതിന് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഇറ്റ് വിൽ ആക്ട് ആസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. എന്താണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നറിയോ? See, the neuron which is separated from the blood capillaries. ന്യൂറോൺസ് ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ, അതായത് ബ്ലഡ് കാപ്പിലറീസിലെ ന്യൂറോൺസിന്റെ ഇടയിൽ കൂടെ കാണുന്ന സെൽസും കൂടെയാണ് എന്ത് ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഇടയിൽ കൂടെ കാണുന്നത് കൊണ്ട് എന്താന്ന് വെച്ചാല് നമുക്ക് ആ ഒരു ബ്ലഡിന്ന് ഈ ഒരു സെല്ലിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ കഴിയും ഈ ആസ്ട്രോസൈറ്റിനെ കേട്ടോ. സോ ഇറ്റ് ഈസ് ഓൾസോ ആക്ട് ആസ് എ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇറ്റ് ആക്ട് ആസ് എ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. Okay, now next one is oligodendrocyte. Oligodendrocyte, it will secrete myelin sheath around the brain neurons and microglial cells that will help in phagocytosis. Okay, now we will see the neural system of animal. It is composed of highly specialized cells called as neuron, right? So these neurons, it is arranged in different ways in different organisms, as lower organisms and higher organisms. നമ്മൾ നോക്കിയാല് in the case of lower organisms as invertebrate like hydra, ഹൈഡ്രയിലൊക്കെ നമ്മൾ ന്യൂറോൺസ് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് അറേഞ്ച്ഡ് ഇൻ ഹൈഡ്ര എന്നാണ് പറയുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ ഇൻസെക്ട് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സി ലിറ്റിൽ മോർ ഡെവലപ്ഡ് ന്യൂറൽ സിസ്റ്റം. വി ക്യാൻ സി ദേ വിൽ ബി ഹാവിംഗ് എ ബ്രെയിൻ, ദ ബ്രെയിൻ a number of ganglia and neural tissue which is present in the brain of this insects, അല്ലെ? നമ്പർ ഓഫ് ന്യൂറൽ ടിഷ്യൂം അതുപോലെ ഗാംഗ്ലിയ ഒക്കെ കാണുന്നത് നമ്മുടെ എന്താണ് ഇൻസെക്ട്സിന്റെ കേസിൽ കാണാറുണ്ട്. അതേപോലെ വി ക്യാൻ സി വെർട്ടിബ്രേറ്റ്. ഇൻ ദ കേസ് ഓഫ് വെർട്ടിബ്രേറ്റ് ദേ വിൽ ബി ഹാവിംഗ് എ വെരി അഡ്വാൻസ്ഡ് നെർവസ് സിസ്റ്റം. ഇൻ ദ കേസ് ഓഫ് വെർട്ടിബ്രേറ്റ് വെരി അഡ്വാൻസ്ഡ് നെർവസ് സിസ്റ്റം വി ക്യാൻ സി. Now in this chapter we are studying the nervous system which is present in the human beings. Nervous systemത്തിലെ human beings-ലെ nervous systemത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. One is central nervous system and another one is peripheral nervous system. Human neural system or human nervous system
it is majorly classified into central nervous system and peripheral nervous system. Central nervous system, it includes brain and spinal cord. Central nervous system, it includes brain and brain, where we can see the neurons are taking part in many activities, are controlling and coordinating center, major center of control and coordination, it is brain. Spinal cord, it will help in the reflex action. Spinal cord sadharana reflex action help cheyyunnanu. Namukku padikam reflex action endhanokke. Now, this peripheral nervous system, that include the neurons which is present in the different parts of our body. That central nervous system is our brain, spinal cord, that is our vertebral column ulli spinal cord. Baki ella neurons peripheral nervous system. That is our body kuda, peripheral part of our body kuda kaanunna nervous system nammal peripheral nervous system. Peripheral nervous system, again we can classify into afferent and efferent neurons. Afferent and efferent neuron. Afferent neurons nu parnale sense organs inna message pass brain like pass cheyna allengi spinal cord like pass cheyna allengi central nervous system like pass cheyna neurons neയാണ് നമ്മൾ afferent neurons nu paraya. So afferent neurons, it will help in passing information from different parts of the body through the sense organ to the central nervous system. Efferent neurons, we can see from the central nervous system to different parts of our body, the message will be conducted through the efferent neuron. Efferent neuron nu parayunne endana central nervous system in different parts of our body message conduct cheyyunnadineyanu nammal efferent neurons nu parayunna. Ee efferent neurons, it will give message to either to our skeletal muscles, or it will give message to the visceral organs. Okay, so here we can say efferent neurons, there are two different types according to that which type of organ it is giving the message. Okay, so here this is divided into somatic neurons and autonomic neurons. Somatic neurons, it receive the message from the central nervous system and it passes that message to the skeletal muscles. Allengi voluntary action control cheyyunnanu somatic neurons nu parayunnu. So somatic neurons, that is passing from the central nervous system to the voluntary muscles for controlling the voluntary action. Voluntary nammal purposefully cheyyunna action control cheyan vendittulla neurons, adinu vendittulla message pass cheyyunnathu ee parayna somatic neuron valiyana. Autonomic neurons, that will give message to the visceral organs. It gives message to visceral organ. And the visceral organ it is internal organs, right? So here it will control the involuntary activities. We control activities control autonomic nervous system. Autonomic nervous system, so again we can divide it into two different types. One is for enhancing some activity, and another one is for settling certain activities. Okay, so autonomic nervous system namukku veendum classify cheyam sympathetic and parasympathetic neuron. Sympathetic and parasympathetic. Sympathetic nu parnale to enhance certain activity in our body. Example, if we see adrenaline, which is secreted from the adrenal medulla region, that is a neural secretion, right? This neural secretion endha cheyyunne, it increases the heart rate of human being, right? So here this heart is a visceral organ and heart is receiving the message through the afferent neuron, and we can see that is through the autonomic nervous system, and we can see that will secrete a hormone which is epinephrine, which will help in enhancing the activity of the heart, that is called as sympathetic. Parasympathetic nu parnale, see namukku endengilum avashyam varumbozhana nammal heart beat kootunne alle, appo nammal endengilum kandu pedichu keyinjittundengi we will increase our heartbeat in such a manner the muscles should get enough blood supply and blood should be rich with oxygen. അങ്ങനെയല്ലേ? അപ്പോൾ എന്താണ് ഈ സിമ്പത്തറ്റിക് ന്യൂറോൺസ് പെട്ടെന്ന്
ബ്ലഡ് സർക്കുലേഷൻ മസിൽസിലേക്കുള്ള കൂട്ടുകയും നമുക്ക് ഒന്നുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മസിലിന്റെ ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മസിലിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യും? സിമ്പത്തറ്റിക് ന്യൂറോൺ ഹെൽപ്പ് ചെയ്യും. ദ സെയിം വേ പാരാസിമ്പത്തറ്റിക് ന്യൂറോൺ, അത് കഴിഞ്ഞ് നമ്മൾ ആ പേടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വി ഷുഡ് കം ബാക്ക് ടു ദ നോർമൽ സ്റ്റേജ്, റൈറ്റ്? സോ ആ നോർമൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് സപ്രസ് ചെയ്ത ഈ എപ്പിനെഫ്രിന്റെ അല്ലെങ്കിൽ അഡ്രിനാലിന്റെ ആക്ടിവിറ്റിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോൺ ആണ് പാരാസിമ്പത്തറ്റിക്. അതാണ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൊടുക്കുന്നത് കേട്ടോ. സോ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റീസെറ്റിലിംഗ് ദ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഒക്കേർഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൊണ്ട് നടന്ന് എന്തോ ഒന്ന് എൻഹാൻസ് ചെയ്യപ്പെട്ടതിന് റീസെറ്റിൽ ബാക്ക് ടു ദ നോർമൽ കണ്ടീഷൻ ദാറ്റ് വിൽ ബി ഡൺ ബൈ ദ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി. നമുക്ക് ഒന്നും കൂടെ ഈ ഹ്യൂമൻ ന്യൂറോൺസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഹ്യൂമൻ നെർവസ് സിസ്റ്റം, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 different types. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. നമുക്കറിയാം ബ്രെയിൻ ഇറ്റ് ഈസ് ദ മേജർ കൺട്രോളിംഗ് സെന്റർ ഓഫ് അവർ ബോഡി, ആൻഡ് വി ക്യാൻ സീ ബ്രെയിൻ where we can see the sensory region, we can see the association area, and we can see the what to say, interpretation area. These all things are present in the brain region. Spinal cord എന്ന് പറഞ്ഞാൽ കുറച്ച് ആലോചിച്ച് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ബ്രെയിനിൽ നിന്നാണ്. അതേപോലെ തന്നെ പല നമ്മുടെ വിസറൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൽ നിന്നാണ്. സ്പൈനൽ കോഡ് ദാറ്റ് ഈസ് നമ്മൾ അറിയാതെ, അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചൂടുള്ള വസ്തുവിൽ ചവിട്ടിയാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനത്തിൽ പിടിച്ചാലോ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നത്, ദാറ്റ് ഈസ് നോട്ട് with the help of this brain coordination. It is done with the help of spinal cord. Spinal cordന്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. So these are the 2 central nervous system present in human, and we can see peripheral nervous system. Peripheral nervous systemത്തിൽ നമുക്ക് 2 തരത്തിലുള്ള ന്യൂറോണിനെ കാണാൻ പറ്റും. ബോഡിയുടെ പെരിഫറൽ പാർട്ടിൽ കാണുന്നതാണ് പെരിഫറൽ nervous system. That include afferent and efferent neuron. Afferent എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം different parts of the sense organ from where the message will be passed over central nervous system, that is called as afferent neuron. Efferent neuron എന്ന് പറഞ്ഞാൽ central nervous systemത്തിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് മെസ്സേജ് കണ്ടക്ട് ചെയ്യുന്ന ന്യൂറോൺസിനെയാണ് നമ്മൾ efferent neurons എന്ന് പറയാം. efferent neurons നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് സൊമാറ്റിക് ആൻഡ് അനദർ വൺ ഈസ് ഓട്ടോണോമിക്. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ മസിൽസിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന ന്യൂറോൺസിനെ സൊമാറ്റിക് ന്യൂറോൺസ്, അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺസ് നമ്മൾ സൊമാറ്റിക് ന്യൂറോൺ എന്ന് പറയും. ഓട്ടോണോമിക് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന, സ്മൂത്ത് മസിൽസിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ വിസറൽ ഓർഗൻസിന് മെസ്സേജ് കൊടുക്കുന്ന ന്യൂറോൺസ് നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പാരാസിമ്പത്തറ്റിക്, അനദർ വൺ ഈസ് പാരാസിമ്പത്തറ്റിക്. നമ്മുടെ ബോഡിയിലെ ചില ആക്ടിവിറ്റീനെ ചില സമയത്ത് അത് ഓരോ അവസരത്തിനൊത്ത് അതിന്റെ ആക്ടിവിറ്റിയുടെ സ്പീഡ് കൂട്ടേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് സിമ്പത്തറ്റിക് ന്യൂറോൺ. ദാറ്റ് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പത്തറ്റിക് ന്യൂറോൺ. അതുപോലെ ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റീസെറ്റിൽ ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. ആ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും അങ്ങനെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഹാസ് ടു ബി സെറ്റിൽഡ് ബാക്ക്. ദാറ്റ് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാരാസിമ്പത്തറ്റിക് ന്യൂറോൺ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന കുറെ ന്യൂറോൺസ്, അതായത് ബ്രെയിനിലേക്ക് സപ്ലൈ കൊടുക്കുന്ന ബ്രെയിനിൽ നിന്ന് വരുന്നതായിട്ടുള്ള 12 പെയർ ന്യൂറോൺസ് ഉണ്ട്. ഈ 12 പെയർ ന്യൂറോൺസ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിനകത്തുനിന്ന് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഞാനത് പഠിക്കാൻ ഒരു ഈസി മെത്തേഡും പറഞ്ഞുതരാം. ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.